ജീവിതത്തിലെ ചെറിയ തടസ്സങ്ങൾ കാണുമ്പോൾ പലപ്പോഴും തളർന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും. എനിക്കതിന് കഴിയുകയില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, ഇങ്ങനെയുള്ള പരാതികൾ നമ്മെ എപ്പോഴും വേട്ടയാടാറുണ്ട്. എന്നാൽ കൈകാലുകളില്ലാതെ ജനിച്ചിട്ടും ലോകത്തിന് മുഴുവൻ പ്രകാശമായി മാറിയ ഒരു മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹമാണ് നിക് വോയ്ചിച്ച്. ജനിക്കുമ്പോൾ തന്നെ ഫോക്കോമീലിയ എന്ന അപൂർവ അവസ്ഥ കാരണം കൈകളും കാലുകളും ഇല്ലാതെയാണ് നിക് ഈ ലോകത്തിലേക്ക് വന്നത്. കുട്ടിക്കാലത്ത് ഒരുപാട് പരിഹാസങ്ങളും കുത്തുവാക്കുകളും കൊണ്ട് പൊറുതുമുട്ടിയ അദ്ദേഹം തൻ്റെ പരിമിതികളെ നോക്കി കരഞ്ഞിരിക്കാനല്ല തീരുമാനിച്ചത്. തൻ്റെ പോരായ്മകളെ തൻ്റെ പോരാട്ടവീര്യമാക്കി മാറ്റിയ നിക് ഇന്ന് ലോകം കണ്ട ഏറ്റവും മികച്ച മോട്ടിവേഷണൽ സ്പീക്കർമാരിൽ ഒരാളാണ്. നിങ്ങൾക്ക് ഒരു അത്ഭുതം സംഭവിക്കാൻ കാത്തിരിക്കരുത്, പകരം മറ്റൊരാൾക്ക് ഒരു അത്ഭുതമായി മാറാൻ ശ്രമിക്കുക എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ വലിയ മനുഷ്യന്റെ ജീവിതം നമുക്ക് ഒന്ന് പരിശോധിക്കാം. പരിമിതികളെല്ലാം ശരീരത്തിനെല്ലാം മറിച്ച് നമ്മുടെ ചിന്തകൾക്കാണെന്ന് തെളിയിച്ച നിക്കിന്റെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം. ഇന്നിപ്പോൾ 43 വയസ്സുള്ള നിക്ക് ഒരു സെർബിയൻ ക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ചത്. പിതാവ് ബോറിസ് ഒരു ലേ പാസ്റ്ററാണ്. മാതാവ് ദുസ്ക ഒരു നേഴ്സായിരുന്നു. നിക്കിനെ ഗർഭം ധരിക്കുമ്പോൾ അവൻ്റെ അമ്മയ്ക്ക് 25 വയസ്സ് പ്രായം. അവരപ്പോൾ പീഡിയാട്രിക് നേഴ്സ് ആയിരുന്നതുകൊണ്ട് പ്രസവത്തെക്കുറിച്ച് വലിയ ഭയപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഗർഭിണി എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമെന്നും ആഹാരശീലം ആരോഗ്യകരമായി കൊണ്ടുപോകേണ്ടത് എങ്ങനെയെന്നും അവർക്ക് നന്നായി അറിയാമായിരുന്നു. അതിനു പുറമെ മികച്ച ഡോക്ടർമാരെ തന്നെ കാണുകയും ചെയ്തിരുന്നു. ഗർഭകാലത്ത് ഡോക്ടർമാർ 2 അൾട്രാസൗണ്ട് പരിശോധനകൾ നടത്തിയെങ്കിലും അസാധാരണമായി ഒന്നും കണ്ടെത്തിയതുമില്ല. 1982 ഡിസംബർ 4 നിക്കിനെ പ്രസവിച്ച ശേഷം ആ അമ്മയ്ക്ക് അവനെ കാണാൻ സാധിച്ചില്ല. എൻ്റെ കുഞ്ഞ്, അവൻ എന്ത് കുഴപ്പമാണുള്ളത്? അവനെ ഒന്ന് കാണട്ടെ. ആ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ അവരാരും തയ്യാറായില്ല. നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. നിക്ക് പിറന്നു വീണത് കണ്ടുനിന്ന ഡോക്ടർമാരും നേഴ്സുമാരും ഞെട്ടിപ്പോയി. കുഞ്ഞിനെ മറ്റാരും കാണാതിരിക്കാൻ ഒരു നേഴ്സ് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. 100 കണക്കിന് പ്രസവത്തിന് മുൻപന്തിയിൽ നിന്ന ആ സ്ത്രീയെ അങ്ങനെ ആർക്കും വിഡ്ഢിയാക്കാൻ കഴിയുമായിരുന്നില്ല. എന്തു തന്നെ ആയാലും എനിക്കൊരു മറുപടി കിട്ടിയേ പറ്റൂ. അവർ അല്പം ഉച്ചത്തിൽ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. മുതിർന്ന ഡോക്ടർമാർ അവർക്ക് കൊടുത്ത മറുപടി ഫോക്കോമീലിയ എന്നായിരുന്നു. ശരിയായി രൂപപ്പെടാത്ത കൈകാലുകളുമായി കുട്ടി ജനിക്കുന്ന അവസ്ഥ. ആ അമ്മയ്ക്ക് വിശ്വസിക്കാനായില്ല. എൻ്റെ മകൻ, അവന് കൈയില്ലേ? വാസ്തവം കഴിയുന്നത്ര സംയമനത്തോടെ ഒരു ശിശുരോഗ വിദഗ്ധൻ പറഞ്ഞു, കുട്ടിക്ക് കൈകളോ കാലുകളോ ഇല്ല. അതോടെ ആ അമ്മയുടെയും അച്ഛൻ്റെയും സപ്തനാഡികളും തളർന്നുപോയി. തീവ്രമായ വേദന അവരുടെ മനസ്സിനെ വല്ലാതെ കീഴ്പ്പെടുത്തി. ഒരു നേഴ്സ് കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് മാതാപിതാക്കളെ കാണിച്ചു. പിന്നെ ആ അമ്മയുടെ ചാരത്ത് കിടത്തി. വേണ്ട, ഇതിനെ എടുത്തുകൊണ്ടുപോകൂ. ആ അമ്മ അലറുകയായിരുന്നു. പിന്നെ കൂട്ടക്കരച്ചിൽ. അവിടെ ഒരാഘോഷവും നടന്നില്ലെന്ന് മാത്രമല്ല, ദുഃഖാചരണമാണ് അരങ്ങേറിയത്. അന്നത്തെ കാലത്ത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സാധാരണ സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കുന്നത് വളരെ പ്രയാസമായിരുന്നു. ചില നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഒരു സാധാരണ സ്കൂളിൽ ചേർന്ന നിക്കിന് അവിടെ നേരിടേണ്ടി വന്നത് വലിയ ക്രൂരതകളായിരുന്നു. ചില കുട്ടികളുടെ കളിയാക്കലുകൾ, കുത്തുവാക്കുകൾ അവനത് സഹിക്കാവുന്നതിൽ ഏറെയായിരുന്നു. തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തപ്പോഴുണ്ടായ സങ്കടവും കൊച്ചു നിക്കിനെ വല്ലാതെ വേട്ടയാടി. തൻ്റെ 8ാം വയസ്സിൽ അദ്ദേഹം കടുത്ത നിരാശയിലായിരുന്നു. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം തകർന്നുപോയി. 10ാം വയസ്സിൽ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ആ നിമിഷം തൻ്റെ മാതാപിതാക്കളുടെ മുഖമാണ് ആ കുട്ടിക്ക് ഓർമ്മ വന്നത്. അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു. തൻ്റെ മരണം മാതാപിതാക്കളെ എത്രത്തോളം തകർക്കുമെന്ന് ചിന്തിച്ച് നിക്ക് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. നിക്കിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് സ്പോട്ട് അദ്ദേഹത്തിൻ്റെ അമ്മ കാണിച്ചു കൊടുത്ത ഒരു പത്രവാർത്തയായിരുന്നു. ഗുരുതരമായ വൈകല്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ജീവിതത്തിൽ പൊരുതി ജയിച്ച ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു അത്. ഞാൻ മാത്രമല്ല ഈ ലോകത്ത് വേദനിക്കുന്നത് എന്നും തന്നെ പോലെയുള്ളവർക്ക് താൻ ഒരു പ്രചോദനമാകണമെന്നും നിക്ക് തിരിച്ചറിഞ്ഞ ആ നിമിഷം. പിന്നീട് നിക്ക് തൻ്റെ ശരീരത്തിലെ
കുഞ്ഞിക്കാൽ ഉപയോഗിച്ച് എഴുതാനും ടൈപ്പ് ചെയ്യാനും പല്ല് തേക്കാനുമെല്ലാം പഠിച്ചു. മറ്റൊരാളുടെ സഹായമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതോടെ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. നിക്കിൻ്റെ സഹപാഠികളിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിനിടയിലാണ് തൻ്റെ ജീവിതോദ്ദേശത്തിലേക്കുള്ള വഴി കണ്ടുപിടിച്ചത്. ക്ലാസ് മുറിയുടെ മൂലയ്ക്കിരുന്ന് ഉച്ചഭക്ഷണം തനിയെ കഴിക്കേണ്ടി വരുന്ന കുട്ടിയാകാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇട വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു മൂലയ്ക്ക് ഒരു ചക്രക്കസേലയിൽ ഇരിക്കുന്നവൻ്റെ ഗതി എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മെൽബോണിൽ നിന്നും ബ്രിസ്ബോണിലേക്കും പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കും തിരികെ ബ്രിസ്ബോണിലേക്കും മറ്റുമുള്ള താമസമാറ്റം നിക്ക് നേരിടുന്ന വെല്ലുവിളികളെ കൂടുതൽ സങ്കീർണമാക്കി. ഒടുവിൽ നിക്ക് തൻ്റെ സഹപാഠികളിലേക്ക് എത്തിച്ചേരാൻ തന്നെ തീരുമാനിച്ചു. അതോടെ അദ്ദേഹത്തിൻ്റെ ജീവിതോദ്ദേശത്തെക്കുറിച്ചുള്ള വഴി തുറക്കുകയായി. ഏതാണ്ട് 300 ടീനേജ് വിദ്യാർത്ഥികൾക്കായി നിക്ക് ഒരു പ്രഭാഷണം നടത്തി. തൻ്റെ ജീവിതാനുഭവങ്ങളും വിശ്വാസങ്ങളും അവരുമായി പങ്കുവയ്ക്കുക മാത്രമാണ് നിക്ക് ചെയ്തത്. അപ്പോൾ അത്ഭുതകരമായ എന്തോ സംഭവിച്ചു. നിക്ക് അനുഭവിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് സംസാരിക്കവേ വിദ്യാർത്ഥികളും അധ്യാപകരും കണ്ണീരൊഴുക്കുന്ന സന്ദർഭങ്ങളുണ്ടായി. അന്നേ ദിവസം ആ സദസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി പാടെ തകർന്ന മട്ടിൽ നിർത്താതെ കരയാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് നിക്കിന് ഒരു പിടിയും കിട്ടിയില്ല. ഒരുപക്ഷെ അവളിലെ ശരിക്കും ഭീതിജനകമായൊരു ഓർമ്മ നിക്ക് തൊട്ടുണർത്തിയിട്ടുണ്ടാകാം. എന്നാൽ തൻ്റെ സങ്കടത്തെയും കണ്ണീരിനെയും അവഗണിച്ച് സംസാരിക്കാനുള്ള അവസരത്തിനായി അവൾ കൈ ഉയർത്തി. പിന്നെ മുന്നോട്ട് വന്നവൾ ധൈര്യപൂർവ്വം നിക്കിനോട് ചോദിച്ചു, ഞാൻ ഇയാളെ ഒന്ന് ആലിംഗനം ചെയ്തോട്ടെ? വാവ്, എനിക്കത് തികച്ചും അത്ഭുതമായിരുന്നു എന്നാണ് നിക്ക് പിന്നീട് പറഞ്ഞത്. നിക്ക് അവളെ വേദിയിലേക്ക് ക്ഷണിച്ചു. മുന്നിലേക്ക് നടക്കവേ അവൾ കണ്ണുനീർ തുടയ്ക്കുന്നുണ്ടായിരുന്നു. അത് നിക്കിന് കാണാമായിരുന്നു. മുന്നിലെത്തിയ ആ പെൺകുട്ടി നിക്കിനെ ഹൃദയപൂർവ്വം ആലിംഗനം ചെയ്തു. തനിക്ക് ലഭിച്ച ഏറ്റവും നല്ല ആലിംഗനങ്ങളിൽ ഒന്നാണ് എന്നാണ് നിക്ക് അതേക്കുറിച്ച് പറയുന്നത്. അതോടെ ആ മുറിയിലുണ്ടായിരുന്ന സകലരും വിതുമ്പിപ്പോയി. ആ നിമിഷം അവൾ നിക്കിൻ്റെ കാതിൽ മന്ത്രിച്ചു, നീ ആയിരിക്കുന്നത് പോലെ തന്നെ നീ ഒരു സൗന്ദര്യമുള്ള വ്യക്തിയാണ്. ഇങ്ങനെ അതുവരെ നിക്കിനോട് ആരും പറഞ്ഞിരുന്നില്ല. അതോടെ നിക്ക് ഫ്ലാറ്റായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ പെൺകുട്ടി നിക്കിൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചു. വ്യത്യസ്തനായിരിക്കുക എന്നത് ലോകത്തിന് എന്തെങ്കിലും സവിശേഷമായത് കൊടുക്കാൻ നിക്കിനെ സഹായിച്ചു. അതോടെ വിശ്വാസമില്ലായ്മ അയാൾ മറികടന്നു. നിക്ക് സ്കൂൾ പഠനകാലത്ത് തന്നെ സ്കൂൾ ക്യാപ്റ്റനായും സ്റ്റുഡൻറ് കൗൺസിൽ അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു. തൻ്റെ തളർച്ചയെ തളരാതെ അതൊരു പോരാട്ടമായി മാറ്റിയ നിക്ക് 21-ാം വയസ്സിൽ ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോമേഴ്സ് ബിരുദം നേടി. അക്കൗണ്ടിങ്ങിലും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലും ഇരട്ട ബിരുദധാരിയായി അദ്ദേഹം ലോകത്തിനു മുന്നിൽ വലിയൊരു പാഠം വച്ചു നീട്ടി. എനിക്ക് എൻ്റെ കൈ പിടിക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ തൊടാൻ കഴിയും. തീർച്ചയായും നിക്കിൻ്റെ ജീവിതം വെറുമൊരു അതിജീവനമല്ല, മറിച്ച് അസാധ്യമായതിനെ സാധ്യമാക്കിയ ഒരു അത്ഭുതമാണ്. അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യം വ്യക്തമാക്കുന്ന ചില സവിശേഷമായ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നിക്കിൻ്റെ പോരാട്ട വീര്യം കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിയവയാണ്. അദ്ദേഹം എങ്ങനെയാണ് തൻ്റെ ശാരീരിക വെല്ലുവിളികളെ നേരിട്ടതെന്ന് അറിയണ്ടേ? നിക്ക് തൻ്റെ ഇടതുവശത്തുള്ള ചെറിയ പാദം ഉപയോഗിച്ചാണ് ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ മിനിറ്റിൽ 43 വാക്കുകൾ ടൈപ്പ് ചെയ്യാനും പേന ഉപയോഗിച്ച് എഴുതാനും മുടി ചീകാനും ഷേവ് ചെയ്യാനും ഭക്ഷണം കഴിക്കാനും സ്വയം പഠിച്ചു. മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. കൈകാലുകളില്ലാത്ത ഒരാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് നിക്ക് അത്യാവശ്യത്തോടെ ചെയ്യുന്നത്. അദ്ദേഹം ഒരു മികച്ച സർഫറാണ്. തിരമാലകൾക്കിടയിൽ ബോർഡിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന നിക്കിൻ്റെ ചിത്രം ലോകപ്രശസ്തമാണ്. കൂടാതെ അദ്ദേഹം നീന്തുകയും ഗോൾഫ് കളിക്കുകയും സ്കൈ ഡൈവിംഗ് നടത്തുകയും ചെയ്യുന്നു. എനിക്ക് കൈകളില്ലായിരിക്കാം, പക്ഷേ ഞാൻ ആകാശത്ത് പറക്കുന്നു എന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയാറുള്ളത്. നിക്കിൻ്റെ പ്രസംഗങ്ങളിൽ ഏറ്റവും ശക്തമായ ഒരു രംഗമുണ്ട്. അദ്ദേഹം സ്റ്റേജിന് മുകളിൽ കമിഴ്ന്നു വീഴും. എന്നിട്ട് പറയും, ഞാൻ 100 തവണ വീണാലും എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ശ്രമം അവസാനിപ്പിച്ചാൽ എനിക്ക് ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയുകയില്ല. പിന്നീട് തൻ്റെ തലയും തോളും ഉപയോഗിച്ച് അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് നിൽക്കും. തോൽക്കാൻ മനസ്സില്ലാത്ത
ആ മനക്കരുത്ത് കാണികളെ കരയിപ്പിക്കാറുണ്ട്. 19-ാം വയസ്സിൽ തൻ്റെ ആദ്യത്തെ പ്രസംഗം നടത്തുമ്പോൾ കേവലം 6 പേർ മാത്രമായിരുന്നു കേൾവിക്കാർ. എന്നാൽ ഇന്ന് 100-ലധികം രാജ്യങ്ങളിൽ സഞ്ചരിച്ച് കോടിക്കണക്കിന് ആളുകളെ അദ്ദേഹം സ്വാധീനിച്ചു കഴിഞ്ഞു. കൈകാലുകളില്ലാത്ത ജീവിതം, ലൈഫ് വിത്തൗട്ട് ലിംസ് എന്ന ലാഭരഹിത സംഘടനയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹം പ്രത്യാശയും സമാധാനവും നൽകുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി എഴുതിയ ലൈഫ് വിത്തൗട്ട് ലിമിറ്റ്സ് എന്ന പരിമിതികളില്ലാത്ത ജീവിതം, ആ പുസ്തകം ഇന്ന് ലോകത്തെമ്പാടും ബെസ്റ്റ് സെല്ലറാണ്. കൈകളില്ലാതെ തന്നെ അദ്ദേഹം ലോകത്തെ തൻ്റെ അക്ഷരങ്ങളിലൂടെ കെട്ടിപ്പിടിച്ചു എന്നതാണ് സത്യം. നിക്കിൻ്റെ പ്രണയവും വിവാഹവും ഒരു സിനിമാ കഥയേക്കാൾ മനോഹരമാണ്. ലോകത്തിന് മുഴുവൻ മോട്ടിവേഷൻ നൽകുന്ന നിക്ക് തൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയതും ഒരു കുടുംബനാഥനായതും വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നൽകുന്നത്. 2010 അമേരിക്കയിലെ ടെക്സാസിൽ വെച്ച ഒരു പ്രസംഗത്തിനിടെയാണ് നിക്ക് കാനെ മിയാഹാര എന്ന പെൺകുട്ടിയെ ആദ്യമായി കാണുന്നത്. നിക്കിനെ സംബന്ധിച്ച് അതൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. കാനയുടെ ലാളിത്യവും ദയയുള്ള മനസ്സുമാണ് നിക്കിനെ ആകർഷിച്ചത്. എന്നാൽ അക്കാലത്ത് മറ്റൊരു ബന്ധത്തിലായിരുന്ന കാനയ്ക്ക് നിക്കിനോട് ആദ്യം സുഹൃത്ത് ബന്ധം മാത്രമാണ് ഉണ്ടായിരുന്നത്. നിക്കിൻ്റെ ശാരീരികമായ അവസ്ഥയേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയുമാണ് കാനെ സ്നേഹിച്ചത്. എനിക്കൊരു സാധാരണ മനുഷ്യനെ പോലെ അവളെ കൈകളിൽ കോരിയെടുക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ അവൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടം നൽകാൻ എനിക്ക് കഴിയും എന്ന നിക്കിൻ്റെ വാക്കുകൾ എത്രയോ സത്യമായിരുന്നു. 2012 ഫെബ്രുവരി 12-നായിരുന്നു ലോകത്തെ അമ്പരിപ്പിച്ച ആ വിവാഹം. കൈകാലുകളില്ലാത്ത നിക്കിനെ വിവാഹം കഴിക്കാനുള്ള കാനയുടെ തീരുമാനം പലരെയും അത്ഭുതപ്പെടുത്തി. എന്നാൽ നിക്ക് പൂർണ്ണനാണ് എന്നായിരുന്നു അവളുടെ മറുപടി. അവരുടെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. നിക്കിൻ്റെ കുടുംബജീവിതം സ്നേഹത്തിൻ്റെയും ഉത്തരവാദിത്തത്തിൻ്റെയും വലിയൊരു പാഠമാണ്. നിക്കിനും കാനോയ്ക്കും 4 മക്കളാണുള്ളത്. കിയോഷി, ഡിജൻ എന്നീ 2 ആൺകുട്ടികളും ഒലിവിയ, എല്ലി എന്ന ഇരട്ട പെൺകുട്ടികളും. തൻ്റെ മക്കൾക്കൊപ്പം കളിക്കാനും അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാനും നിക്ക് സമയം കണ്ടെത്തുന്നുണ്ട് എന്നത് മറ്റൊരു വിശേഷം. കൈകാലുകളില്ലാത്ത ഒരാൾ എങ്ങനെ കുട്ടികളെ എടുക്കും എന്ന ചോദ്യത്തിന് നിക്ക് തൻ്റെ പ്രവൃത്തിയിലൂടെ മറുപടി നൽകുന്നു. ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ കരയുമ്പോൾ എനിക്ക് അവനെ കൈകൾ കൊണ്ട് കെട്ടിപ്പിടിക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ അവൻ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ ആ സ്നേഹം പൂർണ്ണമാകുന്നു. നിക്കിൻ്റെ യാത്രകളിലും പ്രസംഗങ്ങളിലും തണലായി കാനെ എപ്പോഴും ഒപ്പമുണ്ട്. ഒരു ഭർത്താവ് എന്ന നിലയിൽ തൻ്റെ എല്ലാ പരിമിതികൾക്കിടയിലും കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ നിക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പലരും പ്രണയത്തെ ശരീരത്തിൻ്റെ സൗന്ദര്യമായി ബന്ധപ്പെടുത്തുമ്പോൾ നിക്കിൻ്റെയും കാനോയുടെയും ജീവിതം കാണിച്ചു തരുന്നത് പ്രണയം ആത്മാവുകൾ തമ്മിലുള്ള ഒന്നിക്കലാണ് എന്നാണ്. ഒരു നല്ല ഭർത്താവായും ഒരു നല്ല അച്ഛനായും നിക്ക് ജീവിക്കുമ്പോൾ ലോകത്തെ ഏതൊരു ശാരീരിക വൈകല്യത്തെക്കാളും വലുത് സ്നേഹിക്കാനുള്ള മനസ്സാണെന്ന് നാം തിരിച്ചറിയുന്നു. നിക്കിൻ്റെ പ്രോഗ്രാം ലോകമെമ്പാടും വലിയ തരംഗമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രോഗ്രാമിൽ നിങ്ങൾ കേൾക്കുന്നത് വെറുമൊരു പ്രസംഗമല്ല, അതൊരു ലൈവ് എക്സ്പീരിയൻസ് ആണ്. പ്രധാനമായും 2 രീതിയിലാണ് അദ്ദേഹം പരിപാടികൾ അവതരിപ്പിക്കാറുള്ളത്. വലിയ കോർപ്പറേറ്റ് മീറ്റിങ്ങുകൾ, യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ സ്റ്റേഡിയങ്ങളിൽ 10,000-ങ്ങളെ സാക്ഷി നിർത്തിയുള്ള പ്രസംഗങ്ങൾ. ഇതിൽ അദ്ദേഹം തൻ്റെ ജീവിതകഥയും പരാജയങ്ങളിൽ നിന്ന് എങ്ങനെ എഴുന്നേൽക്കാം എന്നതിനെക്കുറിച്ചും സരസമായി സംസാരിക്കും. സ്റ്റേജിൽ ഒരു ചെറിയ ടേബിളിന് മുകളിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുക. ഇടയ്ക്ക് അദ്ദേഹം വീണ് കാണിക്കുകയും പിന്നീട് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ വിഖ്യാതമായ അവതരണം ഇതിൻ്റെ ഭാഗമാണ്. കാണികളുമായി നേരിട്ട് സംവദിക്കാനും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും അദ്ദേഹം സമയം കണ്ടെത്താറുണ്ട്. സാധാരണയായി അദ്ദേഹത്തിൻ്റെ ഒരു സെക്ഷൻ 45 മിനിറ്റ് മുതൽ 90 മിനിറ്റ് വരെ നീണ്ടു നിൽക്കാറുണ്ട്. ചില പ്രത്യേക വർക്ക്ഷോപ്പ് 2 മണിക്കൂർ വരെ നീണ്ടുപോയേക്കാം. നിക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള സ്പീക്കർമാരിൽ ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ഉയർന്നതാണ്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഒരു പ്രോഗ്രാമിന് ഏകദേശം 40 ലക്ഷം മുതൽ 80 ലക്ഷം വരെ രൂപയാണ് ഫീസ്.
ഇതിനു പുറമെ അദ്ദേഹത്തിനും സഹായികൾക്കും വേണ്ടിയുള്ള വിമാനയാത്ര, താമസം തുടങ്ങിയ ചെലവുകളും സംഘാടകർ വഹിക്കേണ്ടി വരും. എന്നാൽ അദ്ദേഹം എല്ലാ പരിപാടികൾക്കും പണം വാങ്ങാറില്ല. സ്കൂളുകൾ, അനാഥാലയങ്ങൾ അല്ലെങ്കിൽ വലിയ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന പരിപാടികൾക്ക് അദ്ദേഹം പലപ്പോഴും സൗജന്യമായോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ തുകയ്ക്കോ സംസാരിക്കാറുണ്ട്. തൻ്റെ മിനിസ്ട്രിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നിക്ക് മാറ്റിവെക്കുന്നു. ലൈഫ് വിത്തൗട്ട് ലിമിറ്റ്സ് ഇത് പ്രത്യാശയുടെ ആഗോള സന്ദേശമാണ്. 2005 നിക്ക് ഈ ലാഭരഹിത സംഘടന സ്ഥാപിച്ചത്. തൻ്റെ വൈകല്യത്തെ ഒരു ശാപമായല്ല, മറിച്ച് ലോകത്തിന് മുൻപിൽ പ്രത്യാശ എത്തിക്കാനുള്ള ഒരു നിയോഗമായാണ് അദ്ദേഹം കണ്ടത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ആത്മവിശ്വാസം നൽകുക എന്നതാണ്. ലോകമെമ്പാടുമുള്ള ദരിദ്രർക്കും അശരണർക്കും സഹായം എത്തിക്കുക, ആത്മഹത്യാ ചിന്തകൾ അലട്ടുന്നവർക്കും നിരാശയിൽ കഴിയുന്നവർക്കും കൗൺസിലിങ്ങും പിന്തുണയും നൽകുക. ഈ സംഘടനയിലൂടെ നിക്ക് ഇതുവരെ 74-ലധികം രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. അവിടങ്ങളിലെ ഭരണാധികാരികൾ, ചേരി നിവാസികൾ, തടവുകാർ, വിദ്യാർത്ഥികൾ എന്നിവരുമായി അദ്ദേഹം സംവദിക്കുന്നു. ഓരോ പ്രസംഗത്തിലൂടെയും ദശലക്ഷക്കണക്കിന് ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിരിക്കുന്നു. നിക്ക് ഓയ് ആച്ചിന് ഇതൊരു സംഘടനയല്ല, മറിച്ച് ഒരു ദൗത്യമാണ്. ലൈഫ് വിത്തൗട്ട് ലിമിറ്റ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ കൈകാലുകളില്ലാത്തതല്ല ജീവിതത്തിലെ യഥാർത്ഥ പരിമിതി, മറിച്ച് പ്രത്യാശയില്ലാത്തതാണ് എന്ന് അദ്ദേഹം ഈ സംഘടനയിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നിക്കിന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കഴിയില്ല? ഏറെ ആഴത്തിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണിത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിക്കിൻ്റെ ജീവിതം നമ്മോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: നമ്മുടെ പരിമിതികൾ നമ്മുടെ ശരീരത്തിലല്ല, മറിച്ച് നമ്മുടെ ഭയപ്പാടുകളിലും ഒഴിവ് കഴിവുകളിലുമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള രസകരമായ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഒരിക്കൽ നിക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. വിമാനം ലാൻഡ് ചെയ്തപ്പോൾ പൈലറ്റിൻ്റെ വേഷം ധരിച്ച് നിക്ക് യാത്രക്കാരെ സ്വീകരിക്കാനായി വാതുക്കലിൽ നിന്നു. കൈകാലുകളില്ലാത്ത പൈലറ്റിനെ കണ്ട് അമ്പരന്ന് നിന്ന യാത്രക്കാരോട് നിക്ക് ഗൗരവത്തിൽ പറഞ്ഞു, പേടിക്കേണ്ട, ഇന്ന് ഞാൻ തന്നെയാണ് വിമാനം പറത്തിയത്. ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി എനിക്കിതൊക്കെ നിസ്സാരമായി ചെയ്യാനാകും. യാത്രക്കാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പിന്നീട് അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് സത്യം പറഞ്ഞപ്പോഴാണ് അവർക്ക് ശ്വാസം നേരെ വീണത്. ജീവിതത്തെ ഇത്രത്തോളം പോസിറ്റീവായി കാണുന്ന നിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ വീഴുമ്പോൾ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഞാൻ വീണത് എഴുന്നേൽക്കാൻ വേണ്ടിയാണ്. നമുക്ക് നമ്മുടെ വീഴ്ചകളെ എഴുന്നേൽക്കാനുള്ള അവസരങ്ങളാക്കി മാറ്റാം. പരാതികൾ മാറ്റിവെച്ച് ഉള്ള സാഹചര്യങ്ങളിൽ നിന്ന് എങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം എന്ന് നമുക്ക് നിക്കിൽ നിന്ന് പഠിക്കാം. അടുത്ത ആഴ്ച മറ്റൊരു ട്രെയിനിങ് സ്പോട്ടുമായി വീണ്ടും കാണാം. അതുവരെ പോസിറ്റീവായിരിക്കുക, പോരാടിക്കൊണ്ടേയിരിക്കുക. ഗുഡ് ബൈ. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.